തങ്ങളുടെ മുൻ ഭാര്യ എലിസബത്ത് അധികമായി മുൻ ഭാര്യ എന്ന് പറയുന്നത് തിരുത്ത് നടത്താണ് എന്റെ പോയിന്റ് നടക്കുന്നത്. ഇത് ഉണ്ണി മുകുന്ദനാണ്, അറിയാമല്ലോ, എല്ലാവർക്കും മറന്നുപോയിട്ടൊന്നുമില്ല. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഇത് സൂരജ് പാലാക്കാരൻ എന്നുള്ള ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന, അഥവാ സമൂഹത്തിൻ്റെ അകത്ത് ഈ നീതിയുടെ പക്ഷത്ത് നിന്ന്, മനുഷ്യപക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്, മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിനെ ഞാൻ ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ബഹുമാനിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പല വിഷയങ്ങളിലും ഒരു മുഖം നോക്കാതെ പച്ചയ്ക്ക് അതിനെതിരെ പ്രതികരിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് ഒരു ജനശബ്ദമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി, അതിപ്പം വിഷയങ്ങൾ നമുക്ക് ബാക്കി സംസാരിക്കാം, അദ്ദേഹത്തിൻ്റെ ചാനൽ ട്രൂ TV എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ചാനലിൽ കൂടെ വന്നൊരു സംഭവത്തിൻ്റെ അകത്ത് കഴിഞ്ഞ ദിവസം ഡോക്ടർ എലിസബത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ അകത്ത് ആ എലിസബത്തിൻ്റെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച വ്യക്തി അതിനകത്ത് കയറുന്ന സംസാരിക്കുന്നുണ്ട്, അഥവാ വോയിസ് പറയുന്നുണ്ട്. ആ വോയിസ് ശ്രദ്ധിച്ച് കേൾക്കണം. അത് സൂരജ് പാലാക്കാരന്, താങ്കൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, ഈ പറയുന്ന കാര്യത്തിൻ്റെ അകത്ത് താങ്കൾക്ക് രണ്ട് ഭാഗവും കേൾക്കണമെന്നുള്ള സാഹചര്യം ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാഗം, മറ്റൊരു ഭാഗം ഉണ്ടല്ലോ, അഥവാ ഇന്ന് ഈ ഒരു വിഷയത്തിൽ പെട്ടുകിടക്കുന്ന ആ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതും കൂടെ താങ്കൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വിനീതമായിട്ട് എൻ്റെ റിക്വസ്റ്റാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം കേൾക്കാം. കേട്ടതിന് ശേഷം ശ്രീ സൂരജ് പാലാക്കാരനും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ അത് വ്യക്തമായി പൊളിച്ച് ഞാൻ ഇതിനകത്ത് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അത് ദയവായി താങ്കൾ കാണുമെങ്കിൽ അതിനെതിരെ ഒരു പ്രതികരണം, എൻ്റെ വീഡിയോയ്ക്കല്ല, ഈ ഒരു വിഷയത്തിന് മറ്റേ സൈഡും കൂടെ ഒന്ന് പ്രതികരണം നന്നായിരിക്കുമെന്ന് തോന്നുന്നു. നമുക്ക് വിഷയം വ്യക്തമായിട്ട് കാണാം. അദ്ദേഹത്തിൻ്റെ ചാനലിൽ വന്നേക്കുന്ന ഒരു സംഭവത്തിൻ്റെ അകത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്നത് നമ്മുടെ ഡോക്ടർ എലിസബത്ത് ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ കാരണക്കാരനാണ്. അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കാം. ഇത് പ്രത്യേകിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് മാത്രം പറയാം, അതായത് ഡൈവേർട്ട് പണക്കൂടാது. ഇത് നിങ്ങൾക്ക് ഒരു ന്യൂസ് ആയിരിക്കും, പുതിയ ന്യൂസ് ആയിരിക്കും. എനിക്കിത് പുതിയ ന്യൂസ് അല്ല, എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന് ഒരു ടെൻഷനും ഉണ്ടായില്ല എന്ന് പറയുന്നത് നിങ്ങൾക്കിതൊരു പുതിയ ന്യൂസ് ആയിരിക്കും, എനിക്കിതൊരു പുതിയ ന്യൂസ് അല്ല എന്ന് പറയുന്നത് 2 വർഷത്തോളം മാത്രം ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ ഒരു പെൺകുട്ടി പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഇതിനു മുമ്പ് പറഞ്ഞൊരു കാര്യം അടിവരയിട്ട് സത്യമാണെന്ന് തെളിയിച്ചൊരു കാര്യമാണ്. അതായത് സൂയിസൈഡ് അറ്റംപ്റ്റ് ആ ഒരു സമയത്ത് ആ സ്ത്രീ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം അത് തെളിയുകയല്ലേ ചെയ്യുന്നത്. അതായത് അവരുടെ പാസ്റ്റ് ലൈഫിൻ്റെ അകത്ത് ഒരിക്കലും അങ്ങനെ ഒരു ടെൻഡൻസിയോ മറ്റുള്ള കാര്യങ്ങളോ ഇല്ലാത്ത ഒരു വ്യക്തി പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഇയാളുടെ ലൈഫിൻ്റെ അകത്തേക്ക് പോയി ആ ലൈഫിൻ്റെ അകത്ത് ഇയാളുടെ ഈ ഒരു ബിഹേവിയർ, നാർസിസ്റ്റ് മെൻറ്റാലിറ്റി, ഇതെല്ലാം കാരണം ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു അവസ്ഥയിൽ അവർ ഡിപ്രഷൻ്റെ പീക്കിലേക്ക് പോവുകയും ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ മുൻപ് കടന്നു പോയിട്ടുണ്ട്, ഞാൻ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും. എനിവേ ആ ഒരു സാധനത്തിന് പുള്ളിക്കാരൻ എനിക്കിതൊരു പുതിയ ന്യൂസ് അല്ല, ഇതെനിക്ക് മുൻപേ അറിയാമെന്ന് പറയുമ്പോൾ ആരുടെ കുറ്റമാണത്? അങ്ങനെയാണെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ പറയുന്നത് എന്താ, സമൂഹത്തിൻ്റെ മുമ്പിൽ നൈസായിട്ട് വളരെ കണ്ണീരൊഴുക്കിക്കൊണ്ട് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമാണ്. കേൾക്കൂ, നമുക്ക് ബാക്കി കാണാം, വിഷയങ്ങളുണ്ട്, കാണാം. ബാല നമസ്കാരം. നമസ്കാരം. ട്രൂ TV ന്നാണ്. സംശയം ചോദിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. അങ്ങനെ അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു. തങ്ങളുടെ മുൻ ഭാര്യ എലിസബത്ത് അധികമായി മുൻ ഭാര്യ എന്ന് പറയുന്നത് തിരുത്ത് നടത്താണ് എൻ്റെ പോയിന്റ് നടക്കുന്നത്. മുൻ ഭാര്യ എന്ന് പറയുന്ന സമയത്ത് മുൻ ഭാര്യയല്ല, പാർട്ട്ണർ എന്ന് വെച്ചാൽ എന്താ, പങ്കാളി. ഭാര്യ എന്ന് വെച്ചാൽ എന്താ, പങ്കാളി. ഇനി എന്ത് തരത്തിലുള്ള റിലേഷൻഷിപ്പിൻ്റെ അകത്ത് ഒരുമിച്ച് ജീവിക്കുന്നവരും ലിവിങ് റിലേഷൻഷിപ്പ് ആണെങ്കിലും മാരീഡ് റിലേഷൻഷിപ്പ് ആണെങ്കിലും അത് പങ്കാളി തന്നെയാണ്. പങ്കാളി തന്നെയാണ്. അല്ലാതെ ഈ നമ്മളെ ഈ സ്ഥലത്ത് വെച്ച് തുന്നി ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റിയ അടിമ ഉടമ സിസ്റ്റം ഒന്നുമല്ല. 2 വ്യക്തികൾ, പങ്കാളി എന്ന് വെച്ചാൽ പങ്കുചേരുന്ന ഒരാൾ, അത്രയും തന്നെ പങ്കുചേരുന്ന ഒരാൾ, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. പങ്കിടുന്ന ഒരാൾ എന്നതേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടുന്നവർ തന്നെ ഉള്ളൂ. അത് പങ്കാളി തന്നെയാണ്. അപ്പോൾ വൈഫ് എന്നുള്ളൊരു സംഭവത്തിനെ അല്ല, അതിനെ പുള്ളി ഡിനേ ചെയ്യുകയാണ്. എന്നാൽ പങ്കാളി പാർട്ട്ണറാണ് എന്ന് പറയുന്നു. ഓക്കെ, പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ അപ്പം ഇനി അതിന് തെളിവുകളുണ്ടേ, ബാക്കി കുറച്ചൊന്ന് കേൾക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരവാദി ബാലയും ബാലയുടെ കുടുംബമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഫസ്റ്റ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കേസ് കോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ എന്റെ ഭാഗത്ത് നിന്ന് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ചോദ്യം എത്ര വേണമെങ്കിലും നിങ്ങൾ ചോദിക്കാം, പക്ഷെ ഉത്തരത്തിന് എനിക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം പറയാന്, അദ്ദേഹത്തിന് ഞാൻ ശത്രുവല്ല. പക്ഷെ വിഷമം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയുന്ന ഒരു പോയിന്റ് ആരും മനസ്സിലാക്കുന്നില്ല. അദ്ദേഹം ഒരു ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നതാണ് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത്. എന്താണ് ശരി, അദ്ദേഹം ഒരു ട്രീറ്റ്മെന്റിലേക്ക് പോകണമെന്നാണ് ആദ്യം മുതലേ പറയുന്നത് എന്നുള്ളത് നിങ്ങൾ എല്ലാവരും കേട്ട് കാണുമല്ലോ. നമുക്ക് ഒരു ചെറിയൊരു വീഡിയോ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കണ്ടുപോകാന്നേ, നമുക്കെല്ലാം കേട്ടും പറഞ്ഞുമൊക്കെ പോവാം. കാരണം ഇത് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് സമൂഹത്തിനോട് എനിക്കൊരു കടപ്പാടുണ്ടല്ലോ, ഒരു ഇതുണ്ടല്ലോ, അത് നമുക്കൊന്ന് കാണാം. സപ്പോസ് എന്തെങ്കിലും സംഭവിച്ചാൽ ആക്ടർ വേണ്ടായിരുന്നു, വേറെ ഏതെങ്കിലും ഒരു ഡോക്ടർ കല്യാണം കഴിച്ചു. ഇന്ന് ഞങ്ങൾ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി ആണ്. ഉറക്കപ്പറ എന്ന് പറയുന്നത് ആരാ? തൊട്ടടുത്ത് രോഗിയായിട്ട് നിൽക്കുന്നത് ആരാ? ഇവിടെ
ഡോക്ടർ എലിസബത്ത് രോഗിയായിട്ട് നിൽക്കുന്ന നിങ്ങൾ ആരും കാണുന്നുണ്ടോ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ? എങ്കിൽ എൻ്റെ അടുത്ത് പറയണം. ഇത് ഫിൽമി ബീറ്റ് മലയാളം എന്നുള്ളൊരു കാര്യം ആ ഒരു ചാനലിൻ്റെ അകത്ത് വന്നിട്ടുള്ളതാണ്. അതായത് ഇതൊരിക്കലും നമ്മുടെ ഈ എലിസബത്തോ അല്ലെങ്കിൽ ഞാനോ മറ്റുള്ള യൂട്യൂബേഴ്സോ ഒന്നും അല്ല. ഇതൊരു ഫിൽമി ബീറ്റ് മലയാളം എന്ന് പറയുന്ന അറിയപ്പെടുന്ന യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് കിടക്കുന്നൊരു വീഡിയോ ആണ്. ഏതാണ്ട് എത്ര വർഷം, 7 മാസത്തിന് മുമ്പ് 8 മാസത്തിന് മുമ്പ് അപ്ലോഡ് ചെയ്യപ്പെട്ടൊരു വീഡിയോ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു സാധനം ഉള്ളത് ചിലപ്പോൾ ഇത് എലിസബത്തിൻ്റെ ചാനലിൽ നിന്ന് എടുത്തതാവാം. മേ ബി, എനിക്കറിയത്തില്ല, എന്തോ മേ ബി ഓർ മേ നോട്ട് ബി. ബട്ട് ഇവിടെ ഒരു കാര്യം, കുറച്ചു മുമ്പ് പറഞ്ഞു അസുഖം ട്രീറ്റ്മെൻറ്റിലേക്ക് പോകണം എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ പങ്കാളിയായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ഇത്രയും രോഗാവസ്ഥയിൽ നിൽക്കുന്ന, ഇതുപോലെ ഒരു തരത്തിലുള്ള ബുദ്ധിയും വിവരവും ഒന്നുമില്ലാത്ത, അതെന്താണ് ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ സമൂഹത്തിൻ്റെ മുമ്പിൽ വരുത്തി തീർക്കാൻ ശ്രമമുണ്ടല്ലോ, അത്ര എന്തോ ഒരു പ്രശ്നമുള്ളൊരു കുട്ടി എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന, മെറിറ്റിൽ MBBS നല്ല ശതമാനം മാർക്ക് വാങ്ങിച്ച് മെറിറ്റിൽ MDക്ക് അഡ്മിഷൻ നേടിയിട്ടുള്ള, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള ഈ ഒരു പെൺകുട്ടിക്ക് വളരെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് അവർ ഒരു ട്രീറ്റ്മെൻറ്റിലേക്കാണ് പോകേണ്ടതെന്നൊക്കെ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നത് ആരാണ്? എന്നിട്ട് ഇത് നടക്കുന്നത് എന്താണ്? ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു 2ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറയുന്ന സമയത്ത് എന്താ പറയുന്നത് കേൾക്കൂ. ഇന്ന് ഞങ്ങൾ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി ആണ്. കഴിഞ്ഞ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഡാൻസ് ചെയ്തിട്ടായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ തവണ ഡാൻസ് ഇല്ല. 3rd വെഡിങ് ആനിവേഴ്സറി അന്ന് ഡാൻസ് ആയിട്ടായിരിക്കും വീണ്ടും. ഈ പാർട്ട്നേഴ്സിന് വേണ്ടിയിട്ട് വെഡ്ഡിങ് എവിടെയാണ് നടക്കുന്നത് എനിക്കറിയത്തില്ല. ഈ ലിവിങ് റിലേഷൻഷിപ്പിലെത്തുന്നവർ നമുക്ക് ലിവിങ് റിലേഷൻഷിപ്പിലേക്ക് പോകാമെന്ന് പറഞ്ഞ അമ്പലത്തിൽ പോയിട്ട് താലി കെട്ടിയിട്ടാണ് ലിവിങ് റിലേഷനിലേക്ക് വരുന്നത്. ഏറ്റവും വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള പണ്ടുകാലം മുതലേക്ക് ഉണ്ടെങ്കിലും പണ്ട് ഇതിന് മറ്റൊരു തരത്തിലുള്ള പേരുകളൊക്കെ ആയിരുന്നു. എങ്കിലും ഇന്ന് ഈ കാലഘട്ടത്തിൽ വളരെയധികം നല്ല ബോധമുള്ള ആൾക്കാർ തമ്മിൽ, അല്ലാതെ ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാ കാര്യത്തിനും, ഇപ്പോൾ കല്യാണത്തിൻ്റെ കുറേ അധികം വൈകൃതങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനകത്തും കുറേ അധികം വൈകൃതങ്ങൾ ചില ഈ ലിവിങ് റിലേഷൻഷിപ്പിലുണ്ട്. വളരെ ടോക്സിക് ആയിട്ടൊക്കെ പോകാനുള്ള സാധ്യതയും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാലും അതിന് നല്ല വശം മാത്രം നമുക്ക് എടുത്ത് സംസാരിക്കാം. ലിവിങ് റിലേഷൻഷിപ്പ് ആണോ ഇത്? ഇനി മറ്റൊരു കാര്യം കൂടെ കാണണം. ഇതൊരു ഭാഗം മാത്രമാണ്. ഇനി മറ്റൊരു ഭാഗം കാണണം. അതിനു മുമ്പ് ഈ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേൾക്കണം. താങ്കളുടെ മുന്നേ ഉണ്ടായിരുന്നപ്പോ അങ്ങനെ അന്ന് കേസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞതാ. ഇപ്പൊ കേസ് കോടതിയിൽ അവർ തന്നെ പറയുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പാടില്ലെന്ന്. അത് നിങ്ങൾ റിമൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി. അതിന്റെ ഉത്തരവാദിത്വം പക്ഷെ അവരെ കുറിച്ച് പറഞ്ഞില്ലെങ്കിലും ഇപ്പൊ നമ്മൾ പൊതുവെ ഒരു കാര്യം പറയാണ്, ഒരു പാരന്റ്സ് എടുക്കണം. അവരുടെ അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന്റെ ഒരു വിഷമം എനിക്കുണ്ട്. ഇപ്പൊ ഇത്രയും വലിയ അലിഗേഷൻ എന്റെ മേലെ വന്നിട്ടും എന്റെ മനസ്സിലെ എനിമിറ്റി ഇല്ല, ശത്രുത ഇല്ല. എനിക്ക് തോന്നുന്നു എനിമിറ്റി ഇല്ല, ശത്രുതയില്ല എന്ന് പറയുന്ന, ഞാൻ ആ ഒരു ഫൂട്ടേജ് കിട്ടുവാണെങ്കിൽ മാത്രം കാണിച്ചു തരാം. നിങ്ങളത് യൂട്യൂബിൻ്റെ അകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. കാരണം അതിനകത്ത് കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുത്തത് 2 പേർക്കെതിരെ, അഥവാ 2 യൂട്യൂബേഴ്സ് എന്നുള്ള രീതിയിലേക്ക് യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുള്ള രീതിയിലേക്കാണ് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് കൊടുത്ത കേസ് ആർക്കെതിരെയായിരുന്നു? ആ കേസ് കൗണ്ടർ കേസായിട്ടൊക്കെ വന്ന് നിൽക്കുന്നത് ഈ പറയുന്ന എലിസബത്തിനെതിരെയൊക്കെ കൗണ്ടർ കേസ് വന്നു എന്നുള്ള കാര്യം അവർ ഈ ഒരു വല്ലാത്ത ഗുരുതരാവസ്ഥയിൽ കിടന്ന സമയത്ത് പോലും പറയുന്നു. പലരുടെയും ചോദ്യമാണ്, ഞാൻ കണ്ടു കമൻറ്റ് ബോക്സുകളിൽ, ഇത്രയും വയ്യാത്ത ഈ മൂക്കിൽ കൂടെ കെട്ടിക്കുന്ന ആളാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? നിങ്ങൾ ഈ മരണമൊഴി എന്നുള്ള സംഭവം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കണം, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കണം എന്താണ് മരണമൊഴി. ഒരു വ്യക്തി വളരെയധികം ശരീരത്തിൻ്റെ അകത്ത് 80% 90% പൊള്ളലേറ്റ് കിടന്നാലും ആക്സിഡൻറ്റിൽ പെട്ടിട്ട് കോമാ സ്റ്റേജിലേക്ക് പോകുന്നതിന് മുമ്പ് ഇച്ചിരി ബോധമുണ്ടെങ്കിലോ അത് ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന, അത് തഹസീൽദാരോ മറ്റോ ഒന്ന് 2 പേരുണ്ട്, ജഡ്ജിമാർ ആരൊക്കെയോ, അവരുടെ സാന്നിധ്യത്തിൽ പോലീസ് അവരുടെ മൊഴിയെടുക്കും. ആ മൊഴിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ അവസാനത്തെ മൊഴിയാണ്. അതായത് താൻ മരണപ്പെട്ടേക്കാം, തനിക്ക് മരണത്തിന് മുമ്പ് ഇങ്ങനെ പറയുന്നുണ്ട്. ചില ആൾക്കാർ മരണത്തിന് മുമ്പ് അവരുടെ വീഡിയോസ് എടുത്തു വയ്ക്കാറുണ്ട്. ചിലർ മരണമൊഴി എഴുതി ലെറ്റർ വയ്ക്കാറുണ്ട്, ആരുടെക്ക് കൊടുക്കാറുണ്ട്. ചിലർക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കാറുണ്ട്. ഇങ്ങനെ പലതും ഉണ്ട്. അത് മരണമൊഴിയെ രേഖപ്പെടുത്തും. അവരുടെ ആ ഒരു സാഹചര്യത്തിൽ അവർ അത്ര എന്തോ ഒരു സംഭവം ചെയ്തു എന്ന് മനസ്സിലായി. അതിനുശേഷം അവർ തിരിച്ചു വന്നതിന് ശേഷം പറഞ്ഞതാണ് സമൂഹത്തിനോട് ഇതാണ് എൻ്റെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ അത് പറയുന്നു ഈ അവസ്ഥയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ വേറെ ഷോ ഓഫാണ്. ഒന്നും പറയാനില്ല. നിങ്ങൾക്കൊന്നും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അത്രേ ഉള്ളൂ. 100% എനിക്ക് സങ്കടമേ ഉള്ളൂ. അത് മാത്രമല്ല സാർ, സെക്ഷൻ 31 അറിയാൻ പറ്റും. സെക്ഷൻ 31 വയലേഷൻ, ഏറ്റവും വലിയ വയലേഷനാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ പണിഷ്മെന്റ് ഒക്കെ അവർക്ക് കിട്ടും. ഈ സെക്ഷൻ 31 വയലേഷൻ ഈ പറയുന്ന ഡോക്ടർ എലിസബത്ത് ചെയ്തു എന്നൊക്കെ പറയുന്നു. ഡോക്ടർ എലിസബത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാൻ, ഞാൻ ഫുള്ള് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നലെ വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ്. അതിനകത്ത് എങ്ങും ഒരാളുടെ പേര് പറയുന്നില്ല,
കുറച്ച് മുമ്പ് ഇതേ വാല അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, പേര് ഞാൻ പറയുന്നില്ല, കേസ് നിലനിൽക്കുന്നുണ്ട്. എവിടെയാണ് വയലേഷൻ നടത്തിയത്? ഡോക്ടർ എലിസബത്ത് ആരുടെ പേരാണ് പറഞ്ഞത്? താങ്കളുടെ ഇൻസ്റ്റഗ്രാം ഈ പറയുന്ന പ്രസ്തുത വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അകത്ത് എന്താ എനിമിറ്റി എന്തൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം സംഭവങ്ങളൊക്കെ എന്തോ ഒരു സംഭവം എഴുതിയിരുന്നല്ലോ. അത് ആ ഒരു സംഭവത്തിൻ്റെ അകത്ത് എവിടെയെങ്കിലും പേര് പറഞ്ഞു? പക്ഷേ അവർക്ക് കൊണ്ടു. അതുപോലെ ഇവിടെ പേര് പറഞ്ഞില്ല, നിങ്ങൾക്ക് കൊണ്ടു. അത് വയലേഷൻ വരണമെങ്കിൽ ഒരാളുടെ പേരോ മറ്റുള്ള കാര്യങ്ങളോ വരണം. ഇവിടെ ഒന്നും വന്നില്ലല്ലോ. കൗണ്ടർ ആവാനുള്ള എന്ത് സാധനമാണ് ചെയ്തിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ലീഗലായിട്ട് അറിയുന്ന ആൾക്കാരൊന്ന് ഇടുക. ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. ഇപ്പം ഈ ഒരു പെൺകുട്ടിക്ക് നിയമത്തിലും നീതിയിലും ഒക്കെ വിശ്വാസമുണ്ടെങ്കിലും അതിൽ നിന്നും ഇപ്പോൾ അവർക്ക് നീതി കിട്ടത്തില്ല എന്നുള്ള ഏതൊരു ബോധ്യം മനസ്സിൻ്റെ അകത്ത് വന്നതാവണം. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെയും പറഞ്ഞു, ഇന്നും പറയുന്നു, അഡ്വക്കേറ്റ് എന്നുള്ളൊരു വ്യക്തി എന്ത് തരത്തിലുള്ള അഡ്വക്കേറ്റ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പരീക്ഷ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട്, നിങ്ങൾക്ക് ഇത് കിട്ടും എന്നുള്ള കാര്യത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി കഴിവില്ലാത്ത ഏതൊരു അഡ്വക്കേറ്റാണ് ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. ബാല അല്ല ചെയ്യുന്നത് ഇത്. എന്തായാലും ബാല അവരൊരു സ്ത്രീയാണ്. അപ്പോൾ അതൊരു മാനസിക സമ്മർദ്ദത്തിലൂടെ പോകുമ്പോൾ നമ്മളവരെ അങ്ങ് ടോർച്ചർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങ് ടോർച്ചർ ചെയ്യുന്നു. എങ്ങനെ സർ ചെയ്യും? അവരെന്ന് കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂ പറഞ്ഞിരിക്കുന്നത് അതാണ് ബാല. വീണ്ടും വീണ്ടും ടോർച്ചർ ചെയ്യുന്നു. ശരി ശരി. അല്ല, എനിക്കറിയില്ല, അവര് പറയുന്നതാണ്. ഞാനും എന്റെ ഭാര്യ പേര് കോക്കിലാണ്. അതാണ് ആദ്യമേ ഞാൻ തിരുത്തിയത്. അല്ല, അവരും ഈ ഒരു വിഷയമാണ് വീണ്ടും കേൾക്കുക. ഞാനും എന്റെ വൈഫും നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. എനിക്കിപ്പോ ഒരു ലിവർ പ്രശ്നം ഉണ്ടായിരുന്നു. ലോകം മുഴുവൻ എല്ലാവർക്കും അറിയാം. அதை തിരുത്തിട്ടല്ലേ അവർ നല്ല ഒരു കുടുംബ ജീവിതത്തിലേക്ക് വന്നത്. നമുക്കൊരു പ്രശ്നം എടുക്കുമ്പോൾ അത് തിരുത്തിട്ട് അവരും ഒരു നല്ല ഒരു ജീവിതത്തിലേക്ക് വരണമെന്നാണ് എന്റെ ആഗ്രഹം. അതിന്റെ റെസ്പോൺസിബിലിറ്റി സംടൈംസ് ഫാമിലി മെമ്പേഴ്സ്. അതിന് ഈ ബന്ധം എന്നുള്ള സംഭവത്തിന്റെ അകത്ത് എങ്ങനെയാണ് സംഭവിച്ചത്? ജീവനം കൊണ്ട് ആ സ്ത്രീ ഓടി എന്നുള്ള കാര്യമാണല്ലോ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വന്നത്. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണല്ലോ അവരുടെ ആ ഒരു മെന്റൽ ഡിപ്രഷനിൽ നിന്ന് അവർ പുറത്ത് വന്നിട്ട് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഇതെല്ലാം വിളിച്ചു പറഞ്ഞത്. മുൻകാലത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, പേര് അമൃതയാണ്. അവരുടെ മകൾ, ഈ ഇദ്ദേഹത്തിനും കൂടെ ഉണ്ടായിട്ടുള്ള മകളുടെ പേര് പാപ്പു എന്നുള്ള കുട്ടിയാണ്. പേര് ഒറിജിനൽ നെയിം ഞാൻ ആ കുട്ടിയുടെ പേര് മറന്നുപോയി. അവർ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഇദ്ദേഹത്തിനെ കുറിച്ച് വന്ന് പറഞ്ഞത് എന്തൊക്കെയാണ്? അതിനകത്ത് അമൃത കണ്ണുനീരോടുകൂടി വന്ന് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് പറഞ്ഞതും കരഞ്ഞതൊക്കെ നിങ്ങൾ ഞാൻ കണ്ടതാണ്. അതേപോലെ പാപ്പു എന്നുള്ള പെൺകുട്ടി ഇദ്ദേഹത്തിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്തു എന്നുള്ള കാര്യം സ്വന്തം മകൾ അഡ്രസ്സ് ചെയ്തു. എനിക്ക് നിങ്ങളെ വേണ്ട, നിങ്ങൾ എന്താണെന്നുള്ളത് അറിയാം, കോടതിയിൽ അത് എന്തൊക്കെ കാണിച്ചു കൂട്ടി എന്നുള്ള കാര്യം ആ കുട്ടി പറഞ്ഞത് നമുക്കറിയാം. അതിനുശേഷം ഈ ലോകം മൊത്തം, ഈ പബ്ലിക്കിന്റെ മുഴുവൻ മൊത്തം എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടിയതെല്ലാം വിളിച്ചു പറഞ്ഞ സ്ത്രീയുടെ പേര് എലിസബത്ത് എന്നാണ്. എലിസബത്ത് എന്നുള്ള സ്ത്രീ ആരാണപ്പോൾ? എലിസബത്ത് ഇനി അടുത്തൊരു കാര്യം കൂടെ കാണിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സംഭവത്തിൻ്റെ അവസാനത്തിലേക്ക് കിടക്കാം. ഒരു വിഷയം നിങ്ങൾ കാണിക്കണം. ഇത്രയൊക്കെ വലിയ ഡയലോഗ് അടിച്ച വ്യക്തിക്ക് ഇത് ഓർമ്മയുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ കല്യാണം കഴിഞ്ഞതായി പ്രഖ്യാപിക്കുന്നു എന്ന് അവിടെ ഒരു അനൗൺസ്മെന്റ് കേൾക്കുന്നോ നിങ്ങൾ? ഇവിടെ എന്താ നടന്നത്? എൻ്റെ കണ്ണിന് വേറെ മഞ്ഞപ്പിത്തമോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരു പാർട്ട്ണറിനെ മറ്റൊരാൾ പാർട്ട്ണറാക്കി മാറുന്നൊരു പരിപാടിയാണോ? ഇതിനകത്ത് ഒരുപാട് പേര് ഈ ഒരു സാധനത്തിൻ്റെ അകത്ത് പങ്കെടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കൂടെ പങ്കുചേരാൻ വന്നിട്ടുമുണ്ട്. അതിനകത്ത് കൂടെ നിൽക്കുന്നവരെ നോക്കുക. മുന്ന എന്ന് പറയുന്ന ഒരു നടൻ അവിടെ ഒന്നുണ്ട്. ഇടവേള ബാബു വന്നിട്ടുണ്ട്. ഇത്രയും ആൾക്കാർ പങ്കെടുത്ത ചടങ്ങ്. ഓക്കെ, മുന്ന സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് മുന്ന എന്നാണ് എനിക്കറിയുന്നത്. ഈ ഹാപ്പി മാരീഡ് ലൈഫ് എന്നുള്ള സാധനം വിഷ് ചെയ്യുന്നത് എന്താണ്? അപ്പൊ ഇവരുടെ പേരിലൊക്കെ കേസ് വരണ്ടേ? ഇവരെല്ലാരും ഉണ്ടായിരുന്നു. ഉണ്ണി മുകുന്ദൻ, ഇത് ഉണ്ണി മുകുന്ദനാണ്, അറിയാമല്ലോ എല്ലാവർക്കും, മറന്നുപോയിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ എന്താ സംഭവം? ഇവിടെ ഉണ്ണി മുകുന്ദൻ അടക്കം എല്ലാവരും ഉണ്ടായിരുന്നു. ഇടവേള ബാബു ഉണ്ടായിരുന്നു. ഇതാണോ ഇല്ല എന്ന് പറഞ്ഞ് പോകുന്നത്? എലിസബത്ത്, ഇനി ഇതിൽ കൂടുതലൊന്നും പറയാനൊന്നുമില്ല. അതുകൊണ്ട് ട്രൂ ടി വിയിലെ നമ്മുടെ സൂരജ് പാലക്കാരൻ, അദ്ദേഹത്തിന് തെറ്റുപറ്റില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം ഒരു സൈഡ് സംസാരിച്ചത് മാത്രം, ഒരു സൈഡിൽ നിന്നും അവരുടെ ഭാഗത്ത് എന്താ പറയാനുള്ളത് മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. അതായത് അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ അല്ല ഈ വീഡിയോ. അതോടൊപ്പം തന്നെ ആ സൈഡിൽ നിൽക്കുന്ന വ്യക്തി വളരെ നിഷ്കളങ്കമായ രീതിയിൽ പറയുന്നു, ഇവരെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് അന്നേ പറയണം. ഈ വ്യക്തിയാണ് കൂടെ നിന്ന് ഇവർ സംഭവം ചെയ്ത്. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ കാണിക്കാതെ പോകുന്നത് ശരിയല്ലേ? ഇത്രയൊക്കെ കാണിച്ച സ്ഥിതിക്ക് അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. വെറുതെ എന്തിനാ?
അതും കൂടെ നിങ്ങൾ കാണണം കേട്ടോ. ഇത് ഒരു കാര്യം കൂടെ ഉണ്ട്. എല്ലാവർക്കും ഹാപ്പി ഓണം. നിങ്ങളുടെ ഫാമിലിയോട് ഇരുന്ന് ഇതുപോലെ ആഘോഷിക്കാം. എനിക്ക് എനിക്ക് ഞാൻ പറഞ്ഞതില് കാരണം എന്താണെന്നറിയോ? ഇത് എടുത്ത് ഇങ്ങനെ ആക്കി ഫസ്റ്റ് ഉണ്ടോ? കൂടുതലൊന്നും വേണ്ടല്ലോ അല്ലേ? ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതൊക്കെ പബ്ലിക്കിൽ പല ചാനലുകളായിട്ട് കിടക്കുന്ന കാര്യമാണ്. സോ ഗൈസ്, ഒരു സ്ത്രീ അവരുടെ ജെന്യൂനിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സമൂഹത്തിൻ്റെ കുറച്ച്, എല്ലാവരും ഒന്നുമല്ല, നല്ല മനുഷ്യരെയൊന്നുമല്ല, ചില ആൾക്കാരുടെ ഒക്കെ സൈഡിൽ നിന്നൊക്കെ എന്തുമാത്രം കൂരമ്പുകൾ ഏറ്റുവാങ്ങുന്നു, എന്നിട്ട് ജീവൻ്റെയും മരണത്തിൻ്റെയും ജീവനും ഇടയ്ക്ക് കിടന്ന് പിടയ്ക്കുന്നു. അത് പൂച്ചക്കടയിൽ കിട്ടിയ ഒരു എലിയെ പോലെ ചിലത് തട്ടി കളിക്കുമായിരിക്കും. പക്ഷേ മനുഷ്യത്വമുള്ള മലയാളികൾക്ക്, അല്ലെങ്കിൽ തമിഴ് ജനതയ്ക്ക്, അല്ലെങ്കിൽ മനുഷ്യർക്ക് അത് മനസ്സിലാവും. ഇത്രേ പറയാനുള്ളൂ. അതുകൊണ്ട് ആ ഒരു ഈ വോയിസ് കേട്ടപ്പോൾ എനിക്ക് ചിരിയും ഇതൊക്കെയാണ് വന്നത്. അത് മലയാളികൾക്ക് മുമ്പിലേക്കും ഈ സൂരജ് പാലാക്കാരൻ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്കും ഞാനിത് വെച്ചു എന്നുള്ളത് മാത്രം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുക ഗൈസ്. ബൈ.